അയ്യടി അയ്യടി സന്തോഷം ഇതിനെ കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സുന്ദരിയായിട്ടുണ്ട് ശരിക്കും. അതെ, 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 എനിക്ക് സുഭദ്രകുട്ടി ഇവിടെ ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. അതെ, ഈ ഷാഡോ കാരണം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ കണ്ടു. മുല്ലപ്പൂ ചൂടിയ മലയാളി മങ്കി. പഴയൊരു കോട്ട് പറഞ്ഞതാ. കുഞ്ഞാറ്റക്കുട്ടി എന്തോ എന്ത് പറയുന്ന നല്ലത് തന്നെ, സുഖം. നമ്മുടെ പാട്ട് പല ആൾക്കാരും കേട്ടോ കേട്ടോ, സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എല്ലാരും പറഞ്ഞു ഇത് ആര് പാടി. ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റ. അതുപോലെ റിയാൻകുട്ടനും പാടിയിട്ടില്ലേ, റിയാൻകുട്ടന്റെ വോയിസ് കേൾക്കാം. അതുപോലെ കോറസിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വോയിസ്, ജഗത്തിന്റെയും ദക്ഷിന്റെ ഒക്കെ കേൾക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് ആര് പാടിയത്, ഇത്തിരി രസമായിട്ട് ആര് പാടിയത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, ഒരാളുണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പേര് കുഞ്ഞാറ്റതാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാറ്റെന്നാണോ പേരിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഭദ്രയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ഭദ്ര കുഞ്ഞാറ്റെന്ന് വെച്ചാൽ പേരിടും. എന്ത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അങ്ങനെ വെക്കാം. കുഞ്ഞാറ്റെന്നാണോ ഭദ്രാന്നാണോ, ഭദ്ര കുഞ്ഞാറ്റെന്നാണോ, കുഞ്ഞാറ്റ ഭദ്രാന്നാണോ? എനിക്ക് കുഞ്ഞാറ്റാന്ന് മാത്രം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. എനിക്കും കുഞ്ഞാറ്റാന്ന് കേൾക്കാൻ നല്ലൊരു പ്രത്യേകതയുണ്ട്. ഭദ്ര എന്നൊക്കെ പറയുമ്പോ നമ്മള് ഭയങ്കര വലിയ ഭയങ്കര സാധനമാന്ന് വിചാരിക്കും ഇങ്ങനെ. അതെ, മീനുട്ടിയുടെ അഭിപ്രായം എന്താ? കുഞ്ഞാറ്റാന്ന് പോരെ മീനൂട്ടാ? മതിയോ? എല്ലാവർക്കും അതാ ഇഷ്ടം. അത് മതി. കുഞ്ഞാറ്റക്ക് ഏതാ ഇഷ്ടം? കുഞ്ഞാറ്റ. സ്മോൾ ആറ്റ അതാണ് ഇഷ്ടം. സ്മോൾ ആറ്റാന്ന് വെക്കണോ? സ്മോൾ ആറ്റാന്ന് ഇവിടെ എല്ലാരും എന്നെ വിളിക്കും. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ വെച്ചാൽ അതാകുമ്പോ ഇവിടെ ഭയങ്കര ഫേമസ് പേരാണ്. വേണ്ട. അപ്പൊ പാടിയത് കുഞ്ഞാറ്റ. അതെ, അടിച്ചു ഓക്കെ. ബ്രാക്കറ്റിൽ സുഭദ്രാന്ന്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഗന്ധരാജൻ പൂവിടർന്നു. ഓക്കെ. അനിൽ പനച്ചൂരാണ് എഴുതിയത് അല്ലേ? യെസ്. മ്യൂസിക് നമ്മുടെ അഫ്സൽ യൂസഫ്. ഹായ് അഫ്സലിന് ഒരു വലിയൊരു നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ്, വളരെ വളരെ നല്ല പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പൊ കുഞ്ഞാറ്റ, അതുകൊണ്ട് തന്നെ ഈ സെലക്ഷനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. താങ്ക് യു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. ഫിലിം കലണ്ടർ, വർഷം 2009, പാടിയത് സുജാത ചേച്ചി. അപ്പൊ ബെസ്റ്റ് ആയിട്ട് പാടും.
പൂവിടർന്നു നീതലോടും കാറ്റിൽ. ഒരുമിച്ചു പാടുവാൻ ഒരു നല്ല ഗീതകം ദേവരാഗവീണ തന്ത്രി നീട്ടി തന്നിടാം. തൂനിലാവിൻ നൂലിന് തൂവലൊന്നു തുന്നവേ ആതിരാ പൈങ്കിളി വന്നു കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ പൂവിടർന്നു നീതലോടും കാറ്റിൽ. കാവൽ താരം കൺ തുറന്നു നൽകിനാവിൻ രാവിൽ മിഴിവാർന്ന നീലജാലകം തിരശീല നീക്കി നോക്കവേ കാണിപ്പൊന്നുമായി വരും മിന്നാമിന്നിത്തുമ്പികൾ വന്നു കണ്ടു താരാട്ടാനായി ഗന്ധര പൂവിടർന്നു നെയ്തലോടും കാറ്റിൽ. വെരി ഗുഡ് വെരി ഗുഡ്. കുഞ്ഞാറ്റ കലക്കി. ഇനി വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യിക്കണം. ഗ്ലൂം ഇല്ലാണ്ട് ആ പല്ലവി ഒന്ന് പാടിപ്പിക്കണം. അടിലൈൻ പാടിപ്പിക്കണോ? ആ ഗന്ധര ആ, ഗേ, 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 ഗേ. ഒരെണ്ണം മറക്കാൻ നോക്കുമ്പോ അതിനുവേണ്ടി ഞാൻ പാടിപ്പിച്ചേ. അല്ല കുഴപ്പമില്ല, പാടിക്കോ. ആ പാടിക്കോ. ഗന്ധരാജൻ പൂവിടർന്നു മെയ്തലോടും കാറ്റിൽ. ആഹാ. കാവൽ താരം കൺ തുറന്നു നൽകിനാവിൻ രാവിൽ മിഴിവാർന്ന നീലജാലകം തിരശീല നീക്കി നോക്കവേ കാണിപ്പൊന്നുമായി വരും ആഹാ. മിന്നാമിന്നിത്തുമ്പികൾ വന്നു കണ്ടു താരാട്ടാനായി ഗന്ധരാജൻ പൂവിടർന്നു മെയ്തലോടും കാറ്റിൽ. ആഹാ, ഈ പല്ലവി മതിയല്ലോ. ഈ പല്ലവി മതിയല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. ഞാൻ എന്തിനാ എണിച്ചിരുന്നേ? ആഹാ പറയാൻ അല്ല, മറന്നതുകൊണ്ട് ആ ഗ്ലൂം മറക്കാൻ. മറക്കാൻ എണിച്ചെന്നാലും മറക്കാൻ ഇപ്പൊ പറ്റും. ഇറങ്ങി പോകും നാണം വന്നിട്ട്. ഞങ്ങൾ ഓൾറെഡി അത് മറന്നതുകൊണ്ട് എഴുന്നേറ്റ് പോയി കൂടെ. അപ്പൊ ഗ്ലൂമിന് മാർക്ക് കുറയ്ക്കണം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലപ്പോ മറന്നു പറഞ്ഞു. ഷെംജെ സർ പാവല്ലേ. അല്ല, അത് ആര്യക്കുട്ടി മറന്നു, മധുകുട്ടനെ മറന്നു, മീനുകുട്ടിയും മറന്നു. എംജെ കുട്ടൻ എംജെ കുട്ടൻ മറക്കു പ്ലീസ്. ആദ്യത്തെ ബ്ലൂം അല്ലേ. മാർക്ക് പറയുമ്പോ എണീറ്റ് നിന്നത് മറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ മറന്നില്ലേ? മറന്നു. മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചു മറന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. ഇത് കുഞ്ഞാറ്റ വേർഷൻ 2.0 ആണ്. അതിന് യാതൊരു സംശയം. അതിന് സംശയം. Thank you. പക്ഷെ അതിന് മാർക്ക് ഗ്ലൂം അത് പ്രശ്നം. ആ ഗ്ലുമ്മ് ഞാൻ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. താങ്ക് യു. ഇപ്പൊ മറന്നു. ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്താ ഇവിടെ ഉണ്ടായത്. ഇല്ല. മനസ്സിലായില്ല. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99 അല്ല, മനുഷ്യർക്കാതല്ല. പറന്ന് ഇത് വന്ന് ആ 100-ൽ 100. ഒരു മധുരമഴ.